നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള നിർണായക LDF യോഗം തുടങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണങ്ങളും ചർച്ചയാകും. യോഗത്തിൽ നിന്ന് ആന്റണി രാജു വിട്ടുനിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇല്ല എന്നാണ് വിശദീകരണം. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരും. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഇന്നത്തെ നിർണായക ഇടതുമുന്നണി യോഗത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരിക? ആന്റണി രാജുവിന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്താനായി വിശദമായി യോഗം ചേരാമെന്ന് നേരത്തെ മുന്നണി നേതൃത്വം ഘടകകക്ഷികൾക്ക് ഉറപ്പ് നൽകിയതാണ്. ഓരോ ഘടകകക്ഷികളുടെയും ആഭ്യന്തര തരത്തിലുള്ള ചർച്ച പൂർത്തിയായ ശേഷം മുന്നണി യോഗം ഒരുമിച്ചിരുന്ന് തദ്ദേശ ഭരണം തെരഞ്ഞെടുപ്പിലെ ഫലം വിലയിരുത്താമെന്നായിരുന്നു ധാരണ. അതനുസരിച്ചാണ് ഇന്ന് LDF യോഗം വിളിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് കാരണമായ എന്തൊക്കെ ഘടകങ്ങളാണ് എന്നതിനെപ്പറ്റിയുള്ള വിശദമായ ഒരു ആലോചനയും ചർച്ചയും നടക്കും. ഇതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ചർച്ചയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 3 രാഷ്ട്രീയ ജാഥകൾ നടത്താൻ LDF യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. മധ്യമേഖലാ ജാഥ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാണ് നയിക്കുന്നത്. തെക്കൻ മേഖലാ ജാഥ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും വടക്കൻ മേഖലാ ജാഥ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നയിക്കും. ഈ കാര്യങ്ങളിൽ ഒരു ഔപചാരികമായ തീരുമാനം ഇന്നുണ്ടാകും. ഇതോടൊപ്പം തന്നെ ആന്റണി രാജുവിനെതിരായ നടപടി, അദ്ദേഹത്തെ അയോഗ്യനാക്കി അടക്കമുള്ള നടപടിയും ഒരുപക്ഷെ ചർച്ചയാകും. എന്നാൽ ആന്റണി രാജു LDF യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇല്ലാത്തതുകൊണ്ട് യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ആന്റണി രാജുവിന്റെ വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.